നമസ്കാരം. സ്പോർട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മത്സരം ഇന്നാണല്ലോ. ഇന്ന് T20 പൂരത്തിന് തിരികൊളുത്താൻ പോവുകയാണ്. പാകിസ്ഥാനും നെതർലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ഈ വർഷത്തെ T20 പൂരം തുടങ്ങാൻ പോവുകയാണ്. രാവിലെ 11 മണിക്കാണ് മത്സരം നടക്കുന്നത്. അതിനുശേഷം 3 മണിക്ക് വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലാൻഡ് തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഈ രണ്ട് മത്സരങ്ങളും തീ പാർന്നൊരു പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിനുശേഷം രാത്രി 7 മണിക്ക് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. മുംബൈയിലാണ് ആ മത്സരം നടക്കുന്നത്. വേറൊന്നും ആരുമല്ല, ഇന്ത്യയും USA-യുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇന്നത്തെ ഈ T20 വേൾഡ് കപ്പിൻ്റെ ഈ ഒരു മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് സൂര്യകുമാറിന് ഉതകുന്ന ഒരു പിച്ചാണ് മുംബൈയിലെ വാൻഖ്രേ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നല്ല ഹൈ സ്കോറിംഗ് മാച്ചൊക്കെ നടത്തിയൊരു സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു പിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ പിച്ചിൻ്റെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ നല്ല തീ പാർന്ന ഒരു പോരാട്ടത്തിന് തന്നെയായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ അതുപോലെ തന്നെ USA-യുടെയും സാധ്യത പ്ലേയിങ് ഇലവൻ പരിശോധിക്കാൻ പോവുകയാണ്. ഈ ഒരു പ്ലേയിങ് ഇലവൻ വെച്ചുകൊണ്ടായിരിക്കും ഇരു ടീമുകൾ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് ഇലവൻ ഇങ്ങനെയായിരിക്കാം. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തമ്മിൽ ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ് കളിച്ചില്ലെങ്കിൽ സഞ്ജു സാംസണെ കളിപ്പിക്കുന്നതായിരിക്കും. അതാണ് അവിടെ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഓക്കെ. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ശിവം ഡ്യൂബെ, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി ഈ ഒരു പ്ലേയറിനെ കൊണ്ട് ഇറങ്ങാനായിരിക്കും സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കാണുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. മറുഭാഗത്ത് USA എന്ത് മാറ്റങ്ങൾ കൊണ്ടായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ USA-യുടെ സാധ്യത പ്ലേയിങ് ഇലവൻ ഇങ്ങനെയായിരിക്കാം. ആൻഡ്രീസ് ഗൗസ്, സറ്റജ മുക്കാമല്ല, ഷെയ്ൻ ജഹാംഗീർ, മോനക് പട്ടേൽ അവരുടെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ്. ദെൻ മിലൻ കുമാർ, ഹർമിത് സിംഗ്, ശുഭം രാജ്നെ, സഞ്ജയ് കൃഷ്ണമൂർത്തി, മുഹമ്മദ് മോഹസിൻ, ഷാഡ്ലെ ബോസ്ക്യർ, സൗരഭ നട്രവേൽ ഈ ഒരു പ്ലേയിങ് ഇലവനെ കൊണ്ട് ഇറങ്ങാനായിരിക്കും സാധ്യത. എന്തായാലും നമുക്ക് എന്തായാലും തീ പാർന്ന ഒരു പോരാട്ടം തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇരുവരുടെയും ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇരുവരും ഏറ്റുമുട്ടിയത് ഒരു തവണ മാത്രമാണ്. ഇന്ത്യയും USA-യും ഏറ്റുമുട്ടിയത്. അത് T20 വേൾഡ് കപ്പ് 2024 വേൾഡ് കപ്പിലാണെന്നുള്ളത് ഓർക്കുക. അത് ആ മത്സരം നടന്നിരുന്നത് ന്യൂയോർക്കിലായിരുന്നു. അതിൽ ഇന്ത്യ ആയിരുന്നു വിജയിച്ചിരുന്നത് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്, ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. ഇനി ഇവിടുത്തെ പിച്ച് റിപ്പോർട്ടും വെതർ റിപ്പോർട്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വെതർ റിപ്പോർട്ടിലേക്ക് പോകാം. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലൗഡി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ പ്രതീക്ഷിക്കുന്നത്. മഴയ്ക്ക് സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന പിച്ച് റിപ്പോർട്ട് വെതർ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇനി അവിടുത്തെ പിച്ച് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈയിലെ വാൻഖ്രേ സ്റ്റേഡിയത്തിലാണല്ലോ മത്സരം നടക്കുക. അവിടുത്തെ പിച്ചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പേസേഴ്സിന് ഉതകുന്ന പിച്ച് കൂടിയാണ്. മാത്രമല്ല ഈ പിച്ചിൽ ബോൾ നന്നായിട്ട് ബൗൺസ് ചെയ്യാനും വിക്കറ്റ് എടുക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാറ്റിങ്ങോ സെക്കൻഡ് ബാറ്റിങ്ങോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരാനുള്ള സാധ്യതകളില്ല. കാരണം രണ്ടു പേർക്കും, അതായത് ബാറ്റേഴ്സിനും ബൗളേഴ്സിനും ഉതകുന്ന ഒരു പിച്ച് കൂടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പിച്ച് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു തീ പാർന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും മുംബൈയിലെ വാൻഖ്രേ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് USA മത്സരം കാത്തിരിക്കാം. കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യ വേഴ്സസ് USA മത്സരം രാത്രി 7 മണിക്കാണല്ലോ. ഈ മത്സരം നമുക്ക് TV-യിലും ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാം. ഒപ്പം തന്നെ നമ്മുടെ ചാനലിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെയും കാണാം. അവിടെ TV-യിലും കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ നമ്മുടെ ചാനലിൽ വന്നാൽ ഈ മത്സരം ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ സഞ്ജു സാംസൺ
ഈ ഒരു മാച്ചിൽ സ്ഥാനമുണ്ടാകുമോ അതോ പുറത്തിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ